ഹായ് മച്ചാമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തീയാടിക്ക് ജംഗ്ഷനാണ്. അതായത് തടിയൂർ തീയാടിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് പുതിയതായിട്ട് പ്രവർത്തനം തുടങ്ങിയ ഒരു സംരംഭം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ വരുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് എത്തിക്കാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ തീയാടിക്ക് ജംഗ്ഷനിലെ എല്ലാ സ്ഥാപനങ്ങളും, ഒട്ടുമിക്ക ജനങ്ങൾക്ക് വേണ്ട എല്ലാ സ്ഥാപനങ്ങളോടും നല്ലൊരു ടൗൺ എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തീയാടിക്കൽ ജംഗ്ഷന്. അപ്പം ഞാൻ ഇന്ന് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. വാ. അപ്പോൾ നമ്മുടെ രണ്ട് ചങ്ങായിമാർ കൂടി തുടങ്ങിയ ഒരു നീണ്ടകര, അതായത് ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു കടയിലേക്കാണ് ഞാൻ ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കടയുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ. ആശിഷ് ജി, നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കും. ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്നതിലേക്ക് ഉപരി ഇവിടുത്തെ ഒരു ബിസിനസ് സംരംഭകനൂടെ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആശിഷ് ജിയാണ് നമ്മളോടൊപ്പം. നമസ്കാരം. എന്തുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? നാട്ടിൽ ഏറ്റവും നല്ല വിശേഷം എന്ന് പറയുന്നത് ഈ പുതിയ ഫിഷ് കടയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ സ്ഥിരം മീൻ കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തീയാടിക്കലിന് തീർച്ചയായിട്ടും അഭിമാനമാവാൻ പോകുന്ന ഒരു ഫിഷ് കടയാണെന്നുള്ളതാണ് ഒരു വിശ്വാസം. അതൊക്കെ നല്ലൊരു മീൻകട ഇവിടെ ഇല്ലായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഇവരുടെ ആ സംരംഭം തീർച്ചയായിട്ടും അത് നമുക്ക് ഗുണകരമാകും. അതെ, നല്ലത് ആര് തന്നാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരാണ് തീയാടിക്കക്കാർ. അപ്പം അതുകൊണ്ട് ഇവർക്കും നല്ലത് തരാൻ കഴിയട്ടെ. ഇവരുടെ റാന്നിയിലെ സ്ഥാപനം നമുക്കറിയാം. അപ്പോൾ അത് വർഷങ്ങളായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ റാന്നിയിലെ. അപ്പം ആ രീതിയിൽ അവർക്ക് ആ ഒരു നല്ല ഇമേജ് ഇവിടെയും നിലനിർത്താൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അവരിലുള്ള പരിചയം അല്ലെങ്കിൽ അവരുടെ ആ ഇതിലുള്ള മികവ് ഇവിടെയും കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇവിടെ ഉണ്ടായിരുന്നോ മീൻകട? ഉണ്ടായിരുന്നു, താൽക്കാലികമായിട്ടായിരുന്നു എല്ലാവരും വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി റാന്നിയിലുള്ളതാണ്. അത് അവർ ക്വാളിറ്റി അനുസരിച്ചുള്ള സാധനങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ സ്ഥാപനം ഇവിടെ തുടങ്ങിയതിന്. നാട്ടുകാർക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, സാമൂഹിക കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്ന നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ പേരൊന്ന് പറഞ്ഞേരെ. എൻ്റെ പേര് അഭിനു എന്നാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ പേര് പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് അറിയാമല്ലോ. പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരു സംരംഭം, ഇതുപോലെ ആൾക്കാരെ രാവിലെ തന്നെ കണ്ടില്ല ആൾക്കാർ ഇത്രയും പേര്. അപ്പം ക്വാളിറ്റിയുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഏരിയയിൽ നിന്ന് ആൾക്കാർ വന്ന് ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് നമ്മുടെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അതുപോലെ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം. 100%. ആശ്ചര്യം പറഞ്ഞില്ല. അപ്പോൾ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ട് ഇതൊരു കടയായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളുണ്ട് ഇവിടെ. എല്ലാ ജനങ്ങളെയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നേരം മാറി നിൽക്കുന്ന ഒരു ചേട്ടൻ, സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ചേട്ടൻ്റെ നല്ലൊരു മനസ്സാണ് കേട്ടോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സ്ഥാപനം വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടുന്ന് പോകാനായിട്ട് റാന്നി പോയി വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഈ ചേട്ടനാണ് ഈ ഒരു സ്ഥലം വിട്ടുകൊടുത്തത്. അല്ലേ ഏട്ടാ? സാംകുട്ടി എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടാ, ഒന്ന് പറയാമോ എന്താണ് ഈ നാട്ടിലെ കാര്യങ്ങളെന്നൊക്കെ? ഇവിടെ നമുക്ക് ഫ്രഷായിട്ടുള്ള മത്സ്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടാനില്ലായിരുന്നു. കാരണം റാന്നിയിലും തടിയൂരും പിന്നെ മല്ലപ്പള്ളിയിലും ഒക്കെ പോയാണ് ആളുകൾ ഫ്രഷായിട്ടുള്ള മീനിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇവിടെ എൻ്റെ ബ്രദറിൻ്റെയാണ് ഈ സ്ഥലം. അങ്ങനെ ഇവിടെ കെട്ടിടം പണിയാനായിട്ട് ഇരുന്നതാണ്. അങ്ങനെ 5 വർഷങ്ങൾക്ക് മുമ്പ് ചുങ്കപ്പാറയിലെ ഒരു മത്സ്യ വ്യാപാരി വന്ന് ഇത് ചോദിച്ചു. അങ്ങനെ ഇവിടെ സ്ഥാപനം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ ഒരാൾ വിദേശത്ത് പോയി മത്സ്യ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആൾ. അങ്ങനെ ഇവർക്കത് കൈമാറ്റം ചെയ്തു. ഇപ്പോൾ ഈ നല്ലൊരു കെട്ടിടം വിപുലീകരിച്ച് അവർ തന്നെ കെട്ടിടം ശരിയാക്കി എടുത്ത് നാടിന് വേണ്ടി നാട്ടിലെ ആളുകൾക്ക് വേണ്ടി ഫ്രഷായിട്ടുള്ള മത്സ്യം കൊടുക്കുവാൻ നീണ്ടവരെ പോയാണ് മത്സ്യം. നേരത്തെ കട അറിയാമോ? ഇവരുടെ നേരത്തെ കട റാന്നിയിലുള്ള വർഷങ്ങളായി ഞാൻ അവിടുന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അവരിനോട് ചോദിച്ചു തീയാടിക്കൽ ചില സ്ഥലം തരാമോ. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഈ കട ഇവരുടെയൊക്കെ കൈമാറ്റം ചെയ്തെടുത്തത്. അങ്ങനെ വളരെ ഫ്രഷായിട്ടുള്ള മീൻ ഇന്നലെ നീണ്ടവരെ പോയാണ് ഈ മീൻ കൊണ്ടുവന്നത്. ഈ തീയാടിക്കൽ സ്വദേശികൾക്ക് ഇതൊരു തുലക്കുറിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചേട്ടൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഓക്കെ ഏട്ടാ, താങ്ക് യു. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്താണ് ഫൈസൽ. അപ്പം
മീൻ കച്ചവടത്തിന്റെ കാര്യത്തിൽ ഫൈസലിനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് കേട്ടോ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്, ഒരേ ബെഞ്ചിലിരുന്ന് ഒന്നിച്ച് പഠിച്ചവരാണ്. ഫൈസലേ, പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. എനിക്കറിയാം ജോസിമാൻ ഉണ്ടെന്ന് അറിയാം. ജോസിമാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരിക്കലും അങ്ങനെ വരാതിരിക്കത്തില്ല, നമുക്കറിയാം. ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ ഇന്നലെ രാത്രിയിലാണ് വന്നേ. ഫൈസലെ, എങ്ങനെയുണ്ട് ഇവിടെ നമ്മുടെ പുതിയ സംരംഭം ആരംഭിച്ചിട്ട്? തീയാടിക്കല് പൊതുവെ നല്ല കച്ചവടമുള്ള ഏരിയ, നല്ല ഈ ജനങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ നല്ല സാധനം കൊടുത്ത് ആൾക്കാർ ഇവിടെ സ്ഥിരമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനുണ്ട്, അച്ഛന് ഇതിൻ്റെ ഉടമസ്ഥൻ, അച്ഛനാണ് ഇതിൻ്റെ എല്ലാവിധ സപ്പോർട്ട്. പുള്ളി ഇതിന് നമുക്ക് ഈ കൈ കാര്യങ്ങൾ ചെയ്യാനും ഇതെല്ലാം റെഡിയാക്കാനും നമുക്ക് മീനെടുക്കാനും ഇതെല്ലാം അച്ഛനെ പറയുന്നത് നമുക്ക് ഒരു കൈത്താങ്ങായി അച്ഛൻ കൂടെ ഉണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ. ഇപ്പോൾ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് അച്ഛൻ. അതെ അതെ, നമുക്ക് നമ്മുടെ നാട്ടിലൊരു നല്ല ഒരു പ്രസ്ഥാനം വരുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, നമ്മുടെ നാടിൻ്റെ മുഖച്ഛായയ്ക്ക് ഒരു നല്ല ഒരു അതിലും നല്ല നല്ല ഫുഡ് കഴിക്കുകയാണ്. അതെ അതെ, ഫ്രഷായിട്ടുള്ള സാധനം ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിൽ പോയി എടുത്തുകൊണ്ട് വരുന്ന സാധനമാണ്. പിന്നെ ഇവിടെ മറ്റ് ഒരു മാസമൊക്കെ ഫ്രീസറിൽ കയറ്റി വെച്ച മീനാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളത്. അതിന് ഇവർ മാറ്റം വരുത്തും. വർഷമായിട്ട് എനിക്കറിയാം, ഞാൻ ഇവരുടെ റാന്നിലെ കടയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കിവരെ അറിയാം. പിന്നെ അപ്പം ഇനിയുള്ള പരിപാടികളെല്ലാം ഫ്രഷ് മീൻ അത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്നാൽ മതി. ഇത് നമ്മുടെ റാന്നി ടു തിരുവല്ല റൂട്ടിൽ തടിയൂരിന് ഇടയ്ക്കുള്ള തീയാടിക്കൽ എന്ന് പറഞ്ഞ മെയിൻ ജംഗ്ഷൻ അല്ലേ? തീയാടിക്കൽ ജംഗ്ഷനിലാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. അപ്പം നിങ്ങൾ ഈ സ്പോട്ട് മിസ് ചെയ്യല്ലോ കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ നിങ്ങൾ സ്വന്തം ജോസിമാറാനാണ്. ഓക്കെ, ബൈ.